ഹായ് ഹലോ. ഇന്ന് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള ഒരാളുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. അതായത് 5 മണിയായപ്പോൾ റെഡിയായി സെറ്റായി. വെളുപ്പാങ്കാലത്തെ പോകണമെങ്കിൽ അറിയാമല്ലോ, ഇച്ചിരി ദൂരം ഉള്ളിടത്തോട്ടായിരിക്കും പോകുന്നതെന്ന്. അതെ, എൻ്റെ ജീവിതത്തിൽ വളരെ മോശം സമയത്ത്, ആരും ഇല്ല എന്ന് തോന്നിയ സമയത്ത് ഡിപ്രഷൻ്റെ പടുകുഴിയിലേക്ക് പോകാൻ നിന്ന എന്നെ തിരിച്ച് പിടിച്ച് കയറ്റിക്കൊണ്ട് വന്ന ഒരാളെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ആൾ എന്നെ കൊണ്ടുവന്നതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് സീരീസ് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരാൾ എൻ്റെ ലൈഫിലേക്ക് ഇടിച്ച് കയറി വന്നത്. പക്ഷെ ആ ഒരു വരവ് എൻ്റെ ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു ആ ഒരാളുടെ കടന്നു വരവെന്ന് പറയുന്നത്. അത് വേറെ ആരുമല്ല, എൻ്റെ പൊന്ന് അനാർക്കലിയുടെയാണ്. അനാർക്കലിയുടെയും നമ്മുടെ സഫലിൻ്റെയും നീണ്ട ഒരു പ്രണയകാലത്തിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ അവരുടെ കല്യാണം ഭയങ്കര വെറൈറ്റിയാണ്. എന്താണെന്ന് വെച്ചാൽ അവർ ഈ ആഡംബര വിവാഹമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. അതിന് ചെറിയൊരു ഫംഗ്ഷൻ, ഒരു പെണ്ണ് കാണൽ, ഒരു എൻഗേജ്മെൻറ്റ്, കല്യാണ ദിവസവും തീരുമാനിക്കുന്നതായിട്ട് അവരുടെ വീട്ടുകാരെല്ലാവരും കൂടുന്നതിന് ഞങ്ങളെ മീൻസ് ഞങ്ങൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ മാത്രമേ അവൾ വിളിച്ചിട്ടുള്ളായിരുന്നു. വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഫംഗ്ഷൻ. അങ്ങനെ ആ ഒരു ഫംഗ്ഷന് പോയതാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. അനുവിനെ കണ്ടു. അനു ഇങ്ങനെ ബ്രൈഡായിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പിന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ് അപർണ ചേച്ചിയും ചേട്ടനെയും അഭിരാമിയെയും അതുപോലെ തന്നെ ശ്രീലക്ഷ്മിയും ഒക്കെ കാണാൻ പറ്റി. ഹബീബിനെ കാണാൻ പറ്റി. അങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റി. ഞങ്ങളുടെ ആ ഒരു പഴയ കുറേ ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കിയാണ് ഇറക്കിയാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. ഞങ്ങൾ എത്തിയപ്പം രാത്രിയായി. അത്ത ഞങ്ങളെ വിളിക്കാൻ വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. അങ്ങനെ എല്ലാം എന്താ പറയുക, ഞങ്ങളുടെ ആ ഒരു ട്രിവാൻഡ്രം ലൈഫ് പെട്ടെന്ന് എനിക്ക് മിസ് ചെയ്തു തിരിച്ചു വന്നപ്പോഴത്തേക്ക്. എനിവേ, അനുമോളെ, അനാർക്കലി, മൈ ഡിയർ, വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് പൊന്നെ. ഒരിക്കലും നിൻ്റെ ഒരു കാര്യം നിനക്ക് വിട്ടുകളയാൻ പറ്റില്ല. കാരണം എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആടി. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.